നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിച്ചാലും അതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് വരുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നാണ്. ഇവിടെ ഞാനൊരു ബീം കാണിച്ചിട്ടുണ്ട്. അവിടെ ഞാനൊരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇലോങ്ങേറ്റ് ആവും. എന്നാലും ആ ടെൻസൈൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അകത്ത് റെസിസ്റ്റിംഗ് ഫോഴ്സുകൾ ഡെവലപ്പ് ആവും. ആണ്ടേ നമുക്ക് അത് ആ ബീം ഒന്ന് ബ്രേക്ക് ചെയ്ത് അകത്ത് നോക്കുമ്പോൾ അടുത്താണ് ബെൻഡിങ് മൂലമുള്ള സ്ട്രെസ്സുകൾ. അപ്പോൾ ബെൻഡിങ് അതിൻ്റെ ഒരു ആനിമേഷൻ ഉണ്ട്. ഒരു ബീമിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബെൻഡ് ആവും. അപ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ താഴത്തെ ഉള്ള ഫൈബേഴ്സ് ഒക്കെ ഇച്ചിരി ക്രാക്ക് ആവാൻ തുടങ്ങുന്നതാണ്. ആ ഒരു കാര്യം മറക്കരുത്. അതൊരു എക്സ്ട്രാ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ട് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എത്തും. പിന്നെ അപ്പർ ഈൽഡ് പോയിന്റ് എത്തും. അത് കഴിഞ്ഞിട്ട് ലോവർ ഈൽഡ് പോയിന്റ്. ഈ ലോവർ ഈൽഡ് പോയിന്റ് കണ്ടോ പെട്ടെന്ന് തന്നെ സ്റ്റീൽ ഇങ്ങനെ എലോങ്ങേറ്റ് ആയി നല്ല ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയലിനകത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഒന്ന് ഡിഫോം ആയത്. എന്നിട്ട് ഞാൻ ആ ഫോഴ്സ് റിമൂവ് ചെയ്തിട്ടും ആ ഡിഫോമേഷൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഒരു വെയിറ്റ് ഉള്ള ഒരു ബ്ലോക്ക് അതിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ അതിനൊരു ഡിഫോമേഷൻ ഉണ്ടായി കണ്ടില്ലേ. അപ്പോൾ ശരിക്കും നടക്കുന്ന വെച്ചാൽ ഡിഫോം ഉണ്ടാകുമ്പോൾ ആ സ്പ്രിങ് ഒരു സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുക. ഇനി നമുക്ക് ആ ബ്ലോക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനോട്ട് പോകുന്നു. കാരണം എന്താ, ഇവിടെ നമ്മൾ ആ മെറ്റീരിയലിനെ ബീറ്റ് ചെയ്ത് കണ്ടില്ലേ അത് എല്ലാ ഡയറക്ഷനിലോട്ടും എക്സ്റ്റെൻഡ് ആവുന്നു. അല്ലെങ്കിൽ അതൊരു തിൻ ഷീറ്റിന്റെ രൂപത്തിലോട്ടാവുന്നു. കോൺക്രീറ്റിനെ നമ്മൾ കംപ്രഷൻ അപ്ലൈ ചെയ്യുവാണ്. കംപ്രഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് 45 ഡിഗ്രിയിൽ അത് ഫെയിൽ ആവും. അണ്ടേ കപ്പ് ആൻഡ് കോൺ ഫെയിലിയർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഷിയർ ഫെയിലിയർ ആണ്. ഇസഡ് ഡയറക്ഷനിൽ സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും അത് തന്നെ സംഭവിച്ചു. ഇസഡ് ഡയറക്ഷനിലുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് ഡയറക്ഷനിൽ വീണ്ടും ഒരു കംപ്രഷൻ. ഞാൻ വേറൊരു ബീമിനെ കാണിച്ചു തരാം. അണ്ടേ ഈ ബീം ഇവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ഇവിടെ ആക്ച്വലി ആ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അത് റെസ്ട്രിക്റ്റഡ് ആണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ആണ്ടേ ഇങ്ങനെ ആയിരിക്കും ആക്ച്വൽ സിനാരിയോ. ആണ്ടേ മേളത്തെ ബാറ് താഴത്തെ ബാറിനെ കാട്ടി ഒരുപാട് എക്സ്പാൻഡ് ചെയ്യും. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൂടുതലുള്ള മെറ്റീരിയൽ അകത്തോട്ടും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കുറവുള്ള മെറ്റീരിയൽ പുറത്തോട്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അതിൻ്റെ നോർമൽ ഫേസസിൽ മാത്രമല്ല അതിനകത്തുള്ള ഇൻക്ലൈൻഡ് ഫേസസിലും സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യും. റിയൽ ലൈഫ് എക്സാമ്പിളാണ് വാട്ടർ ടാങ്ക്സ്. വാട്ടർ ടാങ്ക്സിനകത്ത് നമുക്ക് കണ്ടേ മുകളിലുള്ള ആ ഒരു ഷെല്ലുണ്ടല്ലോ, തിൻ ഷെൽസ്, അതിൻ്റെ ആ ഒരു എലമെൻറ്റ്, ആ തിൻ ഷെല്ലിനകത്ത് വരുന്ന എലമെൻറ്റിനെ നമുക്കൊന്ന് എടുക്കാം. ഈ റീറ്റെയിനിങ് വോൾ പോലത്തെ ലെങ്ത് വളരെ കൂടിയുള്ള സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെങ്ത് വളരെ കൂടുതലാണ്, എല്ലാണ്. അതേസമയം അതിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും കമ്പാരിറ്റീവ്ലി ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സ് ഷിയർ ഹിഞ്ചാണ്. കണ്ടാൽ തന്നെ അറിയാം അവിടെ വീൽസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻ 0 ആണ്. അത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന BMD ആയിരിക്കും ഫിക്സഡ് ബീമിന്റെ BMD. ആ ബീമിനോട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ലെയേഴ്സ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് ബെൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ മേളിലത്തുള്ള ലെയേഴ്സിന് കംപ്രസീവ് സ്ട്രെസ്സുകളാണ് അനുഭവപ്പെട്ടത്. ഈ ന്യൂട്രൽ ലെയർ നമ്മുടെ പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, നമ്മളെടുത്ത് ക്രോസ് സെക്ഷൻ ഉണ്ടോ അതിലായിട്ട് ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ആ ലൈനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഡെപ്ത് വേരി ചെയ്യുന്ന കണ്ടില്ലേ. അത് അകത്തോട്ട് മൊമെൻ്റ് കൂടുന്തോറും അതിൻ്റെ ഡെപ്ത് റൂട്ട് എക്സ് ടൈംസ് ആയിട്ടാണ് കൂടുന്നത്. എങ്ങനെ ട്രാൻസ്ഫർ നോക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ അവിടെ ഇവിടെ വുഡും സ്റ്റീലും വെച്ചിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അതിനെ ഒന്നെങ്കിൽ നമുക്ക് വുഡിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ അതിനെ രണ്ടിനെയും സ്റ്റീലിൻ്റെ ടേംസിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതേസമയം സപ്പോർട്ട്സിലോട്ട് വരുമ്പോൾ വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് സപ്പോർട്ട്സിൽ ബെൻഡിങ് മൊമെൻ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ അവിടെ നോർമൽ സ്ട്രെസ്സുകളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ ആണല്ലോ. പക്ഷേ ഷിയർ സ്ട്രെസ് ഉണ്ട്. ആ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കാരണം അവിടെ ഒരു ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്യും. ഷാഫ്റ്റിനകത്ത് നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്തു. പ്ലെയിൻ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ ടോർഷൻ അപ്ലൈ ചെയ്യുന്നു. ടോർഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കൺസിഡർ ചെയ്ത പ്ലെയിൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇവർ ഒരുമിച്ചാണെങ്കിൽ എങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും അങ്ങനെയാണല്ലോ ആക്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇപ്പം ശരിക്കും ഇങ്ങനെയാണ് നമ്മളൊരു ടോട്ടൽ ഷാഫ്റ്റിൻ സീരീസിനെ നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, തീറ്റ. അത് കാണാൻ വേണ്ടിയാണ് നമുക്കൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കാം. ഒരു തിൻ അതിനകത്ത് നമുക്ക് ആ ചെറിയ ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലോഡിങ് നമുക്ക് അപ്ലൈ ചെയ്യാം. ലോഡിങ് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ബീം ബെൻഡ് ചെയ്യും.
ബെൻഡ് ചെയ്യുന്നത് നമുക്ക് ആ ഷേപ്പ് കാണാൻ പറ്റും, ക്ലിയർലി ആ ഷേപ്പ് കാണാൻ പറ്റും. അപ്പോൾ ആ ഷേപ്പിന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ കർവിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. സിലിണ്ടറിൻ്റെ തിക്നെസ്സിൻ്റെ സർക്കംഫറൻസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്കൊരു സിലിണ്ടർ എടുക്കുമ്പോൾ അതിൻ്റെ ക്രാക്ക് കറക്റ്റ്ലി ലോഞ്ചിറ്റ്യൂഡിന് ആക്സിസിന് പാരലായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ തിക്നെസ്സിലോട്ട് നോക്കുമ്പോൾ തിക്നെസ്സിൻ്റെ അവിടെ ഹൊറിസോണ്ടിൽ നിന്ന് 45 ഡിഗ്രി ഫെയിലിയർ പ്ലെയിൻ കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു സെക്ഷൻ അങ്ങ് എടുത്ത് കാണിക്കുക നിങ്ങളെ. അപ്പോൾ ആ സെക്ഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ആ സെക്ഷനിൽ നമ്മൾ എടുത്ത് മാറ്റിയ സെക്ഷനകത്ത് ഓരോ സ്ട്രെസ്സുകളും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വീണ്ടും ആനിമേഷനിലോട്ട് നോക്കാം. നമ്മൾ തിക്നെസ്സിൽ എലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ തിക് ഷെല്ലിൻ്റെ ആ സർഫസിലോട്ട് പോകാൻ തിക്നെസ്സിൽ എലോങ് ആയിട്ടുള്ള സ്ട്രെസ് വേരിയേഷൻ ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. പോട്ടിന് മേളിലൊരു ബോൾ കൊടുക്കുന്നു. അപ്പം ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ തന്നെ അത് ഫെയിലാവും, അതായത് ഉരുണ്ട് താഴെ വീണ് പോകും. അതായത് പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. കാരണം നമുക്ക് കാണാൻ പറ്റും ക്ലിയർലി ആ മൊമെൻ്റ് ആണോ ആ ഒരു സെക്ഷൻ തിരിയുന്ന കണ്ടില്ലേ. അപ്പോൾ ലോഡ് എവിടെയാണോ ആക്ട് ചെയ്തത് അവിടെ ഒരു ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടോ, ഡിഫോർമേഷനും റെസിസ്റ്റൻസും ലീനിയർലി വേരി ചെയ്യുന്ന കാണാം. നമ്മളൊരു ബാർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിന് മുകളിലോട്ടൊരു വെയിറ്റ് വന്ന് പതിക്കുവാണ് അല്ലേ, ഒരു ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഡയമീറ്റർ കാണാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ വ്യൂ നോക്കേണ്ടി വരും. അപ്പോൾ പ്ലാനിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടോ ക്യാപിറ്റൽ D എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ടോട്ടൽ ഡയമീറ്റർ ഓഫ് എ സ്പ്രിംഗ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കോയിൽ, ആ വയറിൻ്റെ ഡയമീറ്റർ സ്മോൾ d. അപ്പോൾ ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്, ഒരു വീൽ അറേഞ്ച്മെൻറ്റ്. അപ്പം അത് ട്രാവൽ ചെയ്യുകയാണ്. ആ ട്രാവൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒബ്സ്റ്റക്കിളിന് മേളിൽ കൂടെ ട്രാവൽ ചെയ്യും. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ആ അറേഞ്ച്മെൻറ്റ് മൊത്തത്തിൽ ഒന്ന് ഡിഫോമായി തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരുന്നു. ഡിഫോർമേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ഉണ്ട്, ഡിഫോർമേഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്ലാബിനെ മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു കേർവ് ഒന്ന് നോക്കാം. നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും ഫിക്സ്ഡ് എൻഡിൽ സ്ലോപ്പ് 0 ആണ്. സപ്പോർട്ട്സ് സെറ്റിൽ ആവുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ അതേ ഫ്രെയിം സ്ട്രക്ചർ തന്നെ സപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ക്ലിയർലി അത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് കാണിച്ചേക്കുവാണ്. അപ്പം അതേ എലമെൻറ്റിൽ തന്നെ നമ്മൾ ഒരു യൂണിയാക്സിയൽ ടെൻസൈൽ സ്ട്രെസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഈൽഡ് സ്ട്രെസ് കിട്ടുന്നത്. ഇവിടെ ഒരു P1 ലോഡ് ഇതിൻ്റെ ജംഗ്ഷനിൽ B എന്ന് പറയുന്ന ജംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. P2 ലോഡ് ഒരു എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 2000 ആണ്. BC എന്ന് പറയുന്ന എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. അപ്പം -RA -3RC പ്രിസ്മാറ്റിക് ബാർ ABC. 4 വെട്ടിപ്പോയി, 1000 ഈ സീറോസ് എല്ലാം വെട്ടിപ്പോയി.